എൻ്റെ പേര് അന്ന. ഞാനിവിടെ മാരാരിക്കുളത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ഹെബിൻ, മക്കൾ ഫാബിയോ, ഫേബൻ, ഫിയന്ന. ഞാനിന്നിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. എന്നാൽ 2 വർഷം പ്രഗ്നൻ്റ് ആകുകയും അത് ട്യൂബൽ പ്രഗ്നൻസി ആയതുകൊണ്ട് അത് രണ്ടും ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഒരു ഡോക്ടറിൻ്റെ തീരുമാനപ്രകാരം ട്യൂബ് വാഷ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ആ സമയത്ത് ബാംഗ്ലൂരായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ആ ഒരു സമയത്ത് തന്നെ നഷ്ടപ്പെട്ടു. ഞങ്ങൾ നാട്ടിലേക്ക് എത്തേണ്ടി വന്നു. നാട്ടിലെത്തി ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം മക്കളില്ലാത്തതും എന്നാൽ നല്ലൊരു ജോലിയും നല്ല ബിസിനസ്സോ അങ്ങനെയൊന്നും ഇല്ലാത്തതായിരുന്നു ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ 2 ബുദ്ധിമുട്ടുകൾ. 2 മാസം ഞങ്ങൾ എങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. പിന്നീട് ഇവിടെ അടുത്തായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു, പലരും പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ 2017 നവംബറിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ ഉടമ്പടിയിലെ ഏറ്റവും ആദ്യത്തെ നിയമം തന്നെ ഞങ്ങൾക്ക് മക്കളെ ലഭിക്കണമെന്നായിരുന്നു. ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എല്ലാവർക്കും തന്നെ 3 മക്കളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിലും കയറിക്കൂടി ഞങ്ങൾക്ക് 3 മക്കൾ വേണമെന്ന്. ഞാൻ വിചാരിച്ചു, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയി, ഇനി 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഇനി എപ്പോഴാണ് 3 ആകുക എന്ന് വിചാരിച്ചു. എന്നാൽ ഞാൻ നിയോഗത്തിലെഴുതി എനിക്ക് 3 കുഞ്ഞുങ്ങളെ വേണമെന്ന്. ഞാൻ അങ്ങനെ നിയോഗം എഴുതി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും തിരികെത്തിച്ചും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. മനസ്സിൽ പേടിയായി, ട്യൂബിലായിരിക്കുമോ എന്തായിരിക്കുമോ എന്നറിയില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ അത് വലിയ വിഷയമാകുമെന്ന് അറിയാം. ട്യൂബിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ സ്കാൻ ചെയ്ത് നോക്കാം, നിങ്ങൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരേണ്ടി വരുമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്. ഇങ്ങനെ ട്യൂബിലൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇത്രയും ആയിട്ടല്ലേ ഉള്ളൂ, 1.5 മാസം പോലും ആയിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടി വാന്ന് പറഞ്ഞു. ഒരാഴ്ച കൂടി കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്, 2 കുട്ടികളുണ്ടെന്ന് തോന്നണു, എന്തായാലും നിങ്ങളിപ്പോൾ ഇതൊന്നും പുറത്ത് പറയണ്ട, നമുക്ക് ട്യൂബിൽ എപ്പോഴും വരുന്നതുകൊണ്ട് ഇതൊന്ന് കൺഫേം ആക്കിയിട്ട് ശേഷം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു 3 കുട്ടികളുണ്ട്, 3 കുട്ടികളുടെ ഹൃദയമിടിപ്പുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ ഡോക്ടർ പറഞ്ഞു ഈ 3 കുട്ടികൾ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത്ര നല്ല എളുപ്പമുള്ള കാര്യമല്ല, വിദേശത്തൊക്കെ നടക്കും, നമ്മുടെ നാട്ടിലൊക്കെ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു, ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചു ദൈവത്തിന് മുമ്പിൽ വിദേശിയെന്നോ സ്വദേശിയൊന്നും ഇല്ല, ഞാൻ എന്തായാലും അവിടെ നിന്ന് പോയി തീരുമാനിച്ചിട്ട് പിന്നെ വരാം, അറിയിക്കാമെന്നൊക്കെ പറഞ്ഞ് പോന്നു. ഞാൻ കുറച്ച് ദിവസമൊക്കെ വീട്ടിലിരുന്ന് വിഷമിച്ച് പ്രാർത്ഥിച്ചു. എങ്കിലും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗം എൻ്റെ മനസ്സിലേക്ക് വന്നു, എനിക്ക് 3 കുട്ടികളെ വേണമെന്നാണ്. പക്ഷെ എന്നെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല അത് 3 ഒന്നിച്ചായിരിക്കുമെന്ന്, അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ എന്നെ എപ്പോഴും വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് ഒപ്പമായിട്ടുള്ള എല്ലാവരും 2 കഴിഞ്ഞ് 3ാമതൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഞാനെപ്പോഴും കൊച്ചിൽ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കെന്താ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിട്ടുണ്ട്. എന്നാലും ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛാ, ഞാൻ അച്ഛനോട് ഇങ്ങനെ ഒരാളെ ഡോക്ടർ പറ്റത്തില്ല, 2 പേരെ മതി എന്നൊക്കെ പറയുന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണ്, 3 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അതിനെന്താ, നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. അച്ഛൻ ആ കൂട്ടത്തിൽ പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഈ ഒരു ഡെലിവറി സമയമൊക്കെ ആകുമ്പോഴത്തേനും ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു വീടെടുത്ത് മാറേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാനതെല്ലാം കേട്ട് ഞങ്ങൾ പോയി. ഞങ്ങളെന്തായാലും ആ ഡോക്ടറിനെ പിന്നീട് കാണാൻ തീരുമാനിച്ചില്ല. ഞങ്ങൾ ക്രിസ്ത്യാനിയായ വേറൊരു ഡോക്ടറിനെ പിന്നീട് ചെന്നപ്പെട്ടത്. എന്നാൽ ആ ഡോക്ടർ ഞങ്ങളോട് എതിരഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. ശരി, മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനമായി. ഞങ്ങൾ അങ്ങനെ പോയി. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈയും കാലം തറച്ച മൊത്തം ക്ഷീണം. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 5ാം മാസമായപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് അങ്ങോട്ട് മാറി. അവിടെ വെച്ച് 7ാം മാസം തന്നെ ഇവരുണ്ടാകുകയും ചെയ്തു. 7ാം മാസം ഇവരുണ്ടായപ്പോൾ ഞങ്ങൾ അച്ഛനോടൊന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. ഇവിടുന്ന് പോയെന്ന് ഞാനൊരു അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നോട് വചനത്തിലൂടെ സംസാരിക്കണം, എനിക്ക് ഈ ഒരു പ്രഗ്നൻസി കാലം മുഴുവൻ ബൈബിൾ വായിക്കണം. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഇന്ന് ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 5-ാം വചനമാണ്. ഞാൻ കർത്താവിൻ്റെ എഴുതാനെന്ന് ഒരുവൻ പറയും,
മറ്റൊരുവൻ യാക്കോബിൻ്റെ നാമം സ്വീകരിക്കും, മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവന് മുദ്രണം ചെയ്യുകയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ബൈബിളിൽ ഇങ്ങനെയൊക്കെ ഒരു വചനമുണ്ടോ? 3 പിള്ളേരെ കുറിച്ചൊക്കെ ഒത്തിരിയേറെ മക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എങ്കിലും 3 പേരെക്കുറിച്ച് മാത്രമേ ഇതൊരു വചനമുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് പ്രാർത്ഥിച്ചു. ആ വചനം വെച്ച് ഞാൻ എൻ്റെ പ്രഗ്നൻസി കാലം മുഴുവൻ പ്രാർത്ഥിച്ചു. ആ വചനം പറഞ്ഞും ഓരോരുത്തരെയും സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവർ 7-ാം മാസം ഉണ്ടായപ്പോൾ ഒരാൾ 1,400, ഒരാൾ 1,500, 1,600 കഷ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. 3 പേരും ഉണ്ടായി. എനിക്ക് ഓപ്പറേഷനായിരുന്നു. എന്നെ 3-4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിലേക്ക് എത്തി. പക്ഷേ ഇവർ NICUലായിരുന്നു. മക്കളെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ വീട്ടിലെത്തി പപ്പായും ഹസ്ബൻഡും ഒക്കെയാണ് പോയി കണ്ടുകൊണ്ടിരുന്നത്. പോയി കാണുമ്പോൾ എന്നെ ഒരു പ്രാവശ്യം മാത്രമേ സമ്മതിച്ചുള്ളൂ. ഞാൻ ചെന്ന് കാണുമ്പോൾ എനിക്കറിയില്ല, ഞാൻ ഒരുപാട് പ്രസവിച്ചിറക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ 3 പിള്ളേരെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് തന്നെ അറിയത്തില്ല ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കണേന്ന്. എനിക്ക് തന്നെ സംശയം, ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന്. ഞാൻ എല്ലാം ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 4-ാം ദിവസം 5-ാം ദിവസം ഓരോരുത്തരായി ഡോക്ടർ NICU ഡിസ്ചാർജ് ചെയ്യുന്നു. എൻ്റെ കൈ കെട്ടിയിട്ട് ഇത് എങ്ങനെ എടുക്കണമെന്നോ തിരിക്കണമെന്നോ മറക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ പാട് ഇത്രയും നീളമേ ഉള്ളൂ, കൈയും കാലും എല്ലാം കൂടെ അത്രേ ഉള്ളൂ. ഇതെങ്ങോട്ട് തിരിച്ചെടുക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്കറിയത്തില്ല. മമ്മിയും പപ്പായും ഞങ്ങളെല്ലാവരും വിശ്വാസപൂർവ്വം ചൊല്ലി എല്ലാ ദിവസവും കാശുരൂപം വെച്ചും ബൈബിൾ വചനം വെച്ചും പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും അവർ വളർന്നു. 2018 ജൂലൈ മാസം പ്രളയത്തിന് സമയത്താണ് ഇവരുണ്ടായത്. എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെയായി. ഡോക്ടർ പറഞ്ഞു എല്ലാ അസുഖങ്ങളും ഇവർക്ക് വേഗം പിടിപെടും, ഇമ്മ്യൂണിറ്റി പവർ തീരെ കുറവാണെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പനിയും ജലദോഷവും പല അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. എന്നാൽ ഇവർക്കാകട്ടെ ഒരു അസുഖം സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല ഇവർക്ക്. അങ്ങനെ ദൈവം തന്നതാണ് എനിക്ക് ഈ 3 മക്കൾ. ഞാൻ സാക്ഷ്യം പറയാൻ വളരെയേറെ താമസിച്ചു പോയി. ഇവരുണ്ടായി 1.5 വർഷത്തോളം ഞങ്ങൾ 2 ആളും പള്ളിയിൽ പോയിട്ടില്ല. കാരണം രാവും പകലും കടന്നു പോകുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എങ്ങനെയാണെന്ന്. 1.5 വർഷങ്ങൾക്ക് ശേഷം കൊറോണയായി. ആ കൊറോണയും കഴിഞ്ഞു പോയി. അതിനുശേഷം പിന്നെ ഞങ്ങളിവിടെ പലവട്ടം വന്നിട്ടുണ്ട്, സാക്ഷ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുട്ടികളായിട്ട് കൊന്തയിലിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ സാക്ഷ്യം പറയണമെന്നുള്ള കാര്യം ഇവിടെ എഴുതി കൊടുത്തിട്ട് തന്നെ 1 വർഷമായി എനിക്കത് പറയാൻ പറ്റിയില്ല. എന്നും അതോർത്ത് ഭയമുണ്ട്, പേടിയുണ്ട്. എങ്കിലും എനിക്കിപ്പോഴാണ് സാധിച്ചത്. എനിക്ക് ഈ 3 മക്കളെ തന്ന ദൈവത്തിനെ നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ നിയോഗം ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനമില്ല എന്നുള്ളതായിരുന്നു. ഈ കാര്യത്തിൽ ഞങ്ങളന്ന് 2ാമത് വെച്ച നിയോഗമായിരുന്നു. ഞങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന ആ സമയത്ത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഹോം സ്റ്റേ പണിയാൻ സാധിച്ചു. എന്നാൽ ഞങ്ങൾ ഇവരുമായിട്ട് പ്രഗ്നൻസിക്കൊക്കെ പോയ കാലത്ത് അത് അടച്ചിരിക്കുകയായിരുന്നു. തിരിച്ചു വന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് മാമോയിസ് കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലെത്തിയപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആ അടച്ചിട്ട ഹോം സ്റ്റേ 2 മാസം കൊണ്ട് അത് പണി തീർത്തു. പക്ഷേ ഞങ്ങൾ ഈ പ്രഗ്നൻസി കാലഘട്ടം മുഴുവൻ അത് അടച്ചിട്ടു. എന്നാൽ ഞങ്ങൾ വന്നപ്പോൾ ആ ഒരു ഹോം സ്റ്റേ ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. ഈ ഒരു ബിസിനസ് അല്ലാതെ ഞങ്ങളുടെ മുമ്പിലേക്ക് ദൈവം വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതായതുകൊണ്ട് മാത്രം ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഞങ്ങൾ 2 പേരും വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവും ഞാനിന്ന് ഓർക്കുന്നു. ഇന്നും ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ബിസിനസ്സിൽ അനുഗ്രഹമാവുന്നത് ഇവിടെ നിന്ന് അകലേന്ന് വരുന്ന ഓരോരുത്തരും, പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ വരുന്ന ഓരോരുത്തരും ഞങ്ങളുടെ അവിടെ താമസിച്ചും പെറുക്കിയാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു സാമ്പത്തികം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ ചെറുതായിട്ടെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രഗ്നൻസി കാലത്തും അതുപോലെ തന്നെ പത്രം വാങ്ങിച്ച് ഞാനായിരുന്ന ആശുപത്രികളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന പള്ളികളിലും ഒക്കെ കൊണ്ട് പലർക്കും കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഒരു കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 മക്കളെക്കുറിച്ചുമാണ് സാക്ഷ്യം പറഞ്ഞത്. അതിലിപ്പം വ്യക്തമായിട്ട് ഈ മകൾ അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഇവരെ ഉടമ്പടിയിൽ നിയോഗം വെക്കുമ്പം ഒരു 3 കുഞ്ഞുങ്ങളെ വേണം എന്ന് നിയോഗം വെക്കുമ്പോൾ 3 കുഞ്ഞുങ്ങളെ വേണമെന്ന് നിയോഗിക്കുമ്പോൾ നമുക്കറിയാം 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കാനെടുക്കുള്ള സമയം 3 കുഞ്ഞുങ്ങളുടെ ആകുമ്പം എത്രയോ വർഷങ്ങൾ അല്ലെങ്കിൽ 2, 3, 4 വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിൽ ഒരു കുഞ്ഞുങ്ങൾ. അപ്പം എഴുതുന്ന സമയത്ത് പോലും ഇദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നുള്ള വലിയൊരു വചനത്തിൻ്റെ അഭിഷേകം ഒരു പക്ഷേ ഉടമ്പടിയിൽ നമ്മൾ വെക്കുന്ന നിയോഗത്തിന് മേൽ ഈ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എങ്ങനെയാണ് ഇടപെടുന്നതെന്നുള്ളത് വ്യക്തമായിട്ട്, അതായത് ഒറ്റ ഒരു പ്രസവത്തിൽ തന്നെയും ഈ കുഞ്ഞുമക്കളെ ദൈവകൃപയോടെ സ്വീകരിക്കുവാനായിട്ട് ഈ കുടുംബത്തെ ദൈവം ഒരുക്കി എന്നുള്ളതും അതിലൂടെ ഇവരാഗ്രഹിച്ചതുപോലെ കുഞ്ഞുങ്ങളെ ലഭിക്കുകയും അതോടൊപ്പം ആഗ്രഹിച്ചതുപോലെ ഉടമ്പടിയിൽ ഒരു നിയോഗത്തിനൊരു ഉത്തരവും ലഭിച്ചു എന്നുള്ളത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. ഇതൊരു സാഹചര്യത്തിലൂടെ
കടന്നു പോകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണത മനസ്സിലാകുന്നത്. രണ്ടാമത്തേത്, ഉടമ്പടിയിൽ ലഭിച്ച വചനത്തിനെക്കുറിച്ചും ഏശയ്യ 44:5 പറയുന്നുണ്ട്. അതൊരു കോയിൻസിഡൻസ് ആയിട്ടൊന്നും നമ്മൾ വായിക്കേണ്ട ഒന്നല്ല. കാരണം ബൈബിളിൽ എത്രയേറെ വചനങ്ങളുള്ളതായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് തുറക്കുമ്പം അത് 3 പേർ എന്ന് തന്നെ, 3 മക്കൾ എന്ന് തന്നെ സൂചിപ്പിക്കുന്ന ഒരു വചനം തന്നെ കണ്ണിലുടക്കാനും അത് വായിക്കാനും ഒക്കെ ഇടവരുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തിൽ നോക്കുമ്പോഴേക്കും ദൈവം സംസാരിക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെ തന്നെയാണെന്ന് പ്രൈമറിലി സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇവിടെ വരുന്ന സാക്ഷ്യങ്ങൾ മാത്രം പരിശോധിക്കുമ്പം വ്യക്തമായിട്ടത്. കാരണം ദൈവം വെളിപ്പെടുത്തി ഈ വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കാരണം ദൈവം ആദ്യം ഈ ലോകത്തിനോട് സംവദിച്ചതും നേരിട്ട് സംസാരിച്ചതുമായ വചനം വായിക്കാതെ എങ്ങനെയാണ് കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് സാധിക്കുക? ഒരു പക്ഷേ ഈ സ്വരം എത്തിച്ചേരാനായിട്ടുള്ള മാക്സിമം ശ്രമത്തിൻ്റെ ഭാഗം പോലുമാണ്. നിങ്ങൾക്ക് നമ്മുടെ അച്ചടിയുടെ ചരിത്രമൊക്കെ നോക്കുമ്പം ബൈബിൾ എത്രയോ പേരുടെ മുമ്പിൽ എത്തിച്ചേർക്കാമോ അത്രയും പേരുടെ മുമ്പിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് അച്ചടി പോലും തുടങ്ങുന്നത്. കാരണം എല്ലാവർക്കും എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവവചനം എല്ലാവരും അറിയണം. ഇപ്പം ഉടമ്പടിയിലൂടെ പല സാക്ഷ്യങ്ങളിലൂടെ ദൈവം ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ വായിക്കണം എന്നുള്ളതാണ്. അതിലൂടെ വ്യക്തമായിട്ട് ടു ദ പോയിൻറ്റ് അല്ലെങ്കിൽ ടു ദ കോണ്ടെക്സ്റ്റ് ഒരു ഉത്തരം ലഭിച്ചു എന്നുള്ള ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് മുൻപോട്ട് ഡോക്ടർമാരുൾപ്പെടെ ഒരു പക്ഷേ 2 ഒരാൾ പോവും അങ്ങനെയൊക്കെ പറയുമ്പോഴും വിശ്വാസത്തോടെ ഇതിനെ അതിജീവിച്ച് നീ അൾത്താര വരെ ഈ മക്കളോടൊപ്പം വന്ന് നിൽക്കുവാൻ ഇടവന്നെന്നുള്ളതും ആ സമയത്തൊക്കെ മാതാവിൻ്റെ കൊറോണ സമയത്താണെങ്കിലും അതിന് ശേഷവും ഇപ്പോഴും ഈ മക്കളെ വളർത്തുവാനായിട്ടുള്ള സാഹചര്യം കുടുംബത്തിൽ തന്നെ, അതും പരിശുദ്ധ അമ്മ മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷയിൽ തന്നെ ലഭിച്ചു എന്നുള്ളത് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ നിയോഗം എഴുതുമ്പോൾ എപ്പോഴും പരിശുദ്ധ അമ്മ നിയോഗത്തിനോടൊപ്പം ഉണ്ട് എന്ന്, അതിൻ്റെ എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, അതൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാതാവിൻ്റെതായ വഴിയിലൂടെ വലിയ സാക്ഷ്യങ്ങൾ ഈ ആൾത്താരിൽ കൊണ്ടുവരുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ലഭിച്ച ഈ കുഞ്ഞുങ്ങളെ പ്രതിയും അതിനേക്കാൾ അപ്പുറം ഈ ഉടമ്പടി നിയോഗത്തിൽ പരിശുദ്ധ അമ്മ കാണിച്ച കാരുണ്യത്തെയും ദൈവപിതാവ് നൽകിയ അനുഗ്രഹങ്ങളെയും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.